അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ വിശേഷമൊക്കെ? സുഖമല്ലേ? ഞാൻ മുഹമ്മദ് രാമന്തളി. ഇപ്പോൾ വളരെ രസകരമായ ഒരു തള്ള് കേട്ടതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ വന്നതാണ്. നമ്മളെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ശ്രീമാൻ അദ്ദേഹത്തിൻ്റെ പേര് ഒരാൾക്ക് എഴുതി കൊടുത്തപ്പോൾ അയാളുടെ കച്ചവടത്തിൽ ഭയങ്കര ബർക്കത്തുണ്ടായിന്നാണ്. എനിക്കത് കേട്ടിട്ട് ഭയങ്കര രസം തോന്നിച്ചത്. കാരണം എല്ലാ ദിവസവും ഒരുപാട് കാലം അയാളുടെ വണ്ടിയിലൂടെ ഒരുപാട് ആളുകളുടെ ഗതികേടിൻ്റെ കഥകൾ അറിയുന്ന ഒരാളാണ് ഞാൻ. നല്ല കച്ചവടങ്ങളുമായി വന്ന ആളുകൾ അദ്ദേഹത്തോട് കൂട്ടുകൂടിയതിൻ്റെ പേരിൽ മാത്രം ആകെ തെണ്ടിത്തിരിഞ്ഞത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലും. അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതിനിടയിലാണ് പുതിയ തള്ള്. വളരെ രസകരമായ തള്ളാണ്. മൂപ്പര പേര് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് അൽ മലൈബാരി എന്നും കൂടി കൂട്ടിക്കൊള്ളി. ഏത് സാധനത്തിൽ എഴുതിയാലും അത് അപകടം സംഭവിക്കുന്നൊരു സാധനം. ആ പേര് എഴുതിയിട്ട് ജനാബ് കാന്തപുരത്തിൻ്റെ പേര് എഴുതിയപ്പോൾ അതിൻ്റെ പേരിൽ വളരെ വളരെ അയാളെ കച്ചവടത്തിൽ ബർക്കത്തിട്ടി. എന്നിട്ട് ഇയാൾ പറയാണ്, ഈ ഉസ്താദ് പറയാണ്, കാന്തപുരത്തിൻ്റെ പേര് എഴുതി വെച്ചപ്പോൾ അതിൻ്റെ പേരിൽ ബർക്കത്തിട്ടി, കച്ചവടം ഉഷാറായി. അപ്പോൾ കാന്തപുരം എന്ന ഇവരുടെ നേതാവിൻ്റെ പേരെഴുതി കിട്ടിയിട്ട് ബർക്കത്ത് ഒരാൾക്കുണ്ടായാൽ അയാളെ പിന്നെ ഇയാൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ, നിങ്ങൾക്ക് ബർക്കത്തിട്ട് ഇന്നാളെ കൊണ്ടാകും. അപ്പോൾ ഇയാൾ വഞ്ചന നടത്തി. എന്നിട്ട് പറയണം, ആ മൂരിക്കാക്കാം കാന്തപുരത്തിൻ്റെ കാരണം കൊണ്ട് രക്ഷപ്പെട്ട ഒരാളെ അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അയാൾ വരൂലേ കാന്തപുരത്തിൻ്റെ പിന്നിലേക്ക്? അപ്പോൾ ഒരു സംശയം മാന്യമായ കണ്ണൂർ ജില്ലയിലാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും വന്നാൽ നമ്മളൊന്നും ചോദിക്കാൻ വരാറില്ല. പക്ഷെ കണ്ണൂർ ജില്ല പറഞ്ഞ സ്ഥിതിയിൽ ഞാനൊരു കണ്ണൂർ ജില്ലക്കാരനാണല്ലോ. രാമന്തളി എന്നത് കണ്ണൂർ ജില്ലയിലെ അങ്ങേയറ്റമുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ രാമന്തളിയുടെ ബോർഡറായ രാമന്തളിയുടെ തൊട്ടപ്പുറത്ത് കൗവായി, തൃക്കരിപ്പൂർ, കൗവായി പുഴയാണ് ഞങ്ങളെ ജില്ലയുടെ ബോർഡർ. പിന്നെ ഇങ്ങേ അറ്റം എന്ന് പറയുന്നത് മാഹിയാണ് ജില്ലയുടെ ബോർഡർ. രണ്ട് സ്ഥലത്തും ഞാനുണ്ട്. മാഹി എൻ്റെ ഭാര്യ വീടാണ്, അവിടെ എൻ്റെ വീടുമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ ഇടയിലുള്ള ഏത് സ്ഥലത്താണ് ഉസ്താദെ, ഏത് പരിധിയിലാണ്, ഏത് മൂരിയാണ്? നിങ്ങൾ പറഞ്ഞ പോലെ ആ മൂരിക്കാക്ക എന്ന് പറഞ്ഞല്ലോ, അയാൾ ആരാണ്, എവിടെയാണത്? ആ സംഭവം വ്യക്തമാക്കിയിട്ട് നിങ്ങൾ ആ മൂരിക്കാക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏപ്പിൻ്റെ ആളെ നിങ്ങൾ ചിലപ്പോൾ കൊണ്ടുവരും, ഇതാണ് മൂരിക്കാക്ക എന്ന് പറഞ്ഞിട്ട്. കാരണം നിങ്ങളുടെ ടീമിനെ മൂരി തന്നെയാണല്ലോ വിളിക്കേണ്ടത്. അങ്ങനെയുള്ള മൂരിനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങളെ ഏപ്പിനെ എതിർക്കുന്ന സംസ്ഥക്കാരനായ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരനായ ഒരാളെ നിങ്ങൾ കാണിച്ചു തരണം. ഈ പറഞ്ഞ പ്രസംഗിച്ച ഉസ്താദിനോടാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി തെളിയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സംഘടനാ നേതാക്കൾ ഇത്തരം പ്രഭാഷണ വേല ചെയ്ത് ജീവിക്കുന്ന അനാവശ്യമായ കളവുകൾ പ്രചരിപ്പിക്കുന്നവരെ പിടിച്ചു കെട്ടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ പരസ്യമായിട്ട് അദ്ദേഹം മാപ്പ് പറയണം. ഞാനത് ഞങ്ങൾ കേൾപ്പിക്കാതെ. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾക്ക് കേൾക്കപ്പം എന്തായാലും എ പി വിഭാഗത്തിൻ്റെ ആളുകൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. പറയാനൊക്കെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, നിങ്ങളിത് പറഞ്ഞേ പറ്റൂ. ഇങ്ങനെയുള്ള പ്രഭാഷകർ നിങ്ങൾ ഉസ്താദിൻ്റെ മഹത്വമാണല്ലോ പറയുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ മഹത്വം പിന്നെ നിങ്ങൾ നേതാക്കൾ ഉസ്താദിൻ്റെ മഹത്വം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് അറിയുന്ന തന്നെയാണത്. ഞാൻ കണ്ണൂര് ജോലി ചെയ്യുമ്പോ ഒരു മൂരിക്കാക്കണ്ടായി ഭയങ്കര ദേഷ്യം എപ്പിസ്ഥാനോട്, ഭയങ്കര ദേഷ്യം. എപ്പിസ്ഥാനെ കേട്ടൂടെ ചങ്ങായി. അങ്ങനെ അയാളാണ് മഹല്ല് സെക്രട്ടറി. ഞാനവിടെ സ്വതറായിട്ട് ഓനെ എപ്പിസ്ഥാനെ പറഞ്ഞ് ഞാൻ കേൾക്കരുത്. ഉള്ളാന്തങ്ങളെ കണ്ടെടുത്ത് കൊണ്ടുവിടാം എല്ലാരും പറയും. ഞാൻ അയാളൊരു കച്ചവടം നടത്തും. എനിക്ക് ഈ ആസ്മാവ് പൊതുവെ ഒരു താല്പര്യമില്ലാത്തൊരു പറയാം. ആ മോനോട് പറഞ്ഞു, സാറേ കച്ചവടം എന്ന് പറയണ പോലെ നിങ്ങളെന്തെങ്കിലും എഴുതി തരും. ഞാൻ പറഞ്ഞത് കടലാസം കൊണ്ടുവരാം. ആ കാക്ക കടലാസം ഞാൻ എഴുതി അഷേഖ് അബൂബക്കർ ബിൻ അഹമ്മദ്, അഷേഖ് അബൂബക്കർ ബിൻ അഹമ്മദ്. എ പി ഉസ്താന്റെ പേര് അക്ഷരങ്ങൾ അങ്ങനെ മുഖത്തായത്തായ ഹർഫോട് കൂടെ എ പി ഉസ്താന്റെ പേര്, താജിലിന്റെ പേര്, ഇങ്ങനെ എല്ലാ മഹാന്മാരും നമ്മളെ മഹാന്മാരെ പേരൊക്കെ എഴുതി ഈ മൂരിക്കാക്കാനെ കറ്റിട്ടുണ്ട്. അയാള് വലിയ വർക്കത്തിലവിടെ കൊണ്ടുവച്ചു. എന്ത് ചെയ്യണം, വർക്കത്തോട് കൂടെ കച്ചവടം പറ്റാൻ എന്താ
അബ്ദുബാബാന്റെ പേരൊക്കെ പിന്നീട് വർഗത്തുണ്ടാകും. ഇവന്റെ കച്ചവടം ഉഷാറായി. ഇവൻ്റെ കച്ചവടം ഉഷാറായി എന്ന് പറഞ്ഞു. ഇവൻ്റെ കച്ചവടമല്ല, നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞല്ലോ പണ്ട് ഒരാൾ. അതുപോലെ അയാളെ കഷ്ടപ്പാട് തുടങ്ങിയിട്ടുണ്ടാവും, കുത്തുവാളെടുത്തിട്ടുണ്ടാവും. കുത്തുവാളെടുത്തതിനായിരിക്കാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക രക്ഷപ്പെട്ട്. ഏതായാലും അയാൾ ആരാണ്, ഏത് കടക്കാരനാണ്, അതൊന്ന് തെളിയിച്ചു തരണം കേട്ടോ. നിങ്ങളെ ഉസ്താദ് കാണിച്ചു തന്നാൽ മതി. ഇന്നാളാന്ന് പറഞ്ഞത് ഞങ്ങൾ ആളെ പോയി കണ്ടോളാം. കണ്ണൂർ ജില്ലയിലെ എന്നെ സംബന്ധിച്ചിടത്തോളം 2 കിലോമീറ്റർ ഓടാനുള്ള 2 മണിക്കൂർ ഓടാനുള്ള ദൂരം തന്നെ ഉള്ളൂ. ജില്ലയിൽ ഏത് ഭാഗത്തേക്കാണെങ്കിലും 1-2 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വേണം ഉസ്താദേ കേട്ടോ. അസ്സലാമു അലൈക്കും.